ആനി വളരെ ഹൃദയസ്പർശിയായ അക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർ ഏറ്റുപാടുന്ന ഒരു ഗാനമാണിത്. നമ്മളുമൊക്കെ ടി വിയിലും മറ്റു പല പ്രോഗ്രാമുകളിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ ഹൃദയസ്പർശിയായ ജീവിതാനുഭവിയായ മനോഹരമായ ഗാനം. സ്തോത്രം. ഒരു പട്ടക്കാരൻ തൻ്റെ ജീവിതാനുഭവവുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റോ എഴുതി എന്നാണ് ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് ഏതോ ഒരു പ്രോഗ്രാമിൽ അതേക്കുറിച്ച് കേട്ടത്. സ്തോത്രം. വളരെ മനോഹരമായി അത് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു. നമ്മുടെ ജീവിത നൗകയുടെ അമരത്ത് നമ്മുടെ ജീവനായകൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്ന അലറിയെടുക്കുന്ന കടലലകളെ കണ്ട് ഭയപ്പെടാതെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കുവാൻ ഇടയാകും. ആ സ്വസ്ഥത, ആ സമാധാനം, സ്തോത്രം, ദൈവം നമുക്ക് നൽകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വളരെ കഷ്ടതകളുടെ, പ്രയാസങ്ങളുടെ ഒക്കെ അനുഭവങ്ങൾ വരുമ്പോഴും സ്തോത്രം, പതറാതെ തളരാതെ ദൈവസന്നിധിയിൽ നിലനിൽക്കേണ്ടതിന് കർത്താവ് നമുക്കധികം കൃപ നൽകട്ടെ. ഇന്ന് രാവിലെ C.S. സ്പർജന്റെ ഒരു കൊട്ടേഷൻ നിങ്ങളിലും ചിലർക്കൊക്കെ ഞാൻ അയച്ചിരുന്നു. ഇതാണ് പറയുന്നത്: the rougher the voyage, the more the mariners long for port, and heaven becomes more and more a desirable or desired heaven as our trials multiply. സ്തോത്രം. കപ്പൽ യാത്ര കാഠിന്യമേറിയതാകും തോറും തുറമുഖത്തെത്തുവാൻ വേണ്ടിയിട്ട് നാവികർ ഏറ്റവും അധികം ആഗ്രഹിക്കും. അതായത് യാത്ര എത്ര കഠിനതരമാകുമോ അതിനനുസരിച്ച് സ്റ്റേഷൻ എത്താൻ, നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്താൻ വേണ്ടി നാം ആഗ്രഹിക്കും. അത് വെച്ചിട്ട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലെ പരിശോധനകളും പ്രതികൂലങ്ങളും ഏറുന്നതനുസരിച്ച് സ്വർഗത്തിന്റെ അഭികാമ്യതയും വർദ്ധിക്കും. സ്തോത്രം. ജീവിതം സുഗമമായിട്ട് പോയാൽ ഇതിങ്ങനെ അങ്ങ് തുടരട്ടെന്ന് വെക്കും. യാത്രയൊക്കെ സുഖകരമാകുമ്പോൾ ഇപ്പോഴെങ്കിലും യാത്ര അവസാനിക്കല്ലേ എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അതേസമയം വളരെ പ്രതികൂലമാണ് യാത്രയെങ്കിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ആഗ്രഹിച്ചു പോകും, ഇറങ്ങേണ്ട സ്ഥലം എത്തിയിരുന്നെങ്കിലും. നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ ഗാനത്തിലൂടെയും നമുക്ക് ശ്രവിപ്പാൻ കഴിഞ്ഞത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങൾക്കും ഒരവസാനമുണ്ട്. സന്തോഷത്തിനുമുണ്ട് അവസാനം, സന്താപത്തിനുമുണ്ട് അവസാനം. ഒന്നും ശാശ്വതമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിത നൗകയെ സമാധാനത്തോടെ എത്തേണ്ട തുറമുഖത്ത് എത്തിക്കുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിച്ച് നമ്മുടെ ജീവിത യാത്ര നയിപ്പാൻ ദൈവം നമുക്കൊക്കെ കൃപ നൽകട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാ കർത്തൃദാസന്മാരെയും ദൈവമക്കളെയും ക്രിസ്തീയ വന്ദനങ്ങൾ സ്നേഹത്തോടെ അറിയിച്ച് ദൈവവചനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇന്നലെ മുതൽക്ക് നാം 7ാമത്തെ ഭാഗ്യവർണ്ണനയാണ് ചിന്തിച്ചു തുടങ്ങിയത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണല്ലോ. ഒരിക്കൽ കൂടെ ഒരാൾക്ക് വായിക്കാം, ഏതെങ്കിലും ഭാഷയിൽ. Blessed are the peacemakers, for they will be called sons of God. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ.
അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. ഇതിനു മുൻപ് നാം 6 ഭാഗ്യവർണ്ണനകൾ കണ്ടു. ഇന്നലെ ചിന്തിച്ചതുപോലെ ആ 6 ഭാഗ്യവർണ്ണനകളിൽ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളുള്ള ദൈവമക്കൾക്ക് ഈ 7ാമത്തെ അനുഭവവും ഉണ്ടായിരിക്കും. സ്തോത്രം. കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കുന്ന ഘടകങ്ങളാണ്. ഇത് ചിലർക്ക് മാത്രമുള്ളതല്ല, സകലർക്കും, എല്ലാ ദൈവമക്കൾക്കും, എല്ലാ രക്ഷിക്കപ്പെട്ടവർക്കും ഒരുപോലെ ഉണ്ടായിരിക്കുന്ന സ്വഭാവ വിശേഷതകളാണ്. നമ്മുടെയും ജീവിതത്തിൽ ധാരാളമായി ഇവയെല്ലാം ഉണ്ടാകേണ്ടതിന്, അനുഭവിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടർ ചിന്തകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സ്തോത്രം. സമാധാനം എന്ന വിഷയമാണ് നാം ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് കണ്ടത്. പഴയ നിയമത്തിൽ ആണ് സമാധാനം എന്ന പുതിയ നിയമ ചിന്തയുടെ പോലും വേര് കിടക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് നാം ഇന്നലെ പഴയ നിയമത്തെ അങ്ങനെ എടുത്ത് ചിന്തിച്ചത്. പുതിയ നിയമത്തിലുള്ള സമാധാനം എന്ന ആശയത്തിന്റെ പോലും പശ്ചാത്തലം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ നിന്നുമാണ് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. പഴയ നിയമത്തിൽ നിന്നുമാണ്. അത് വളരെ പ്രധാനപ്പെട്ട യഹൂദന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ, അവരോട് ഉള്ള ബന്ധത്തിൽ മാത്രമല്ല, സെമിറ്റിക് പീപ്പിൾസ്, യഹൂദന്മാരെ പോലെ അതേ ജനജാതികളായിട്ടുള്ള സെമിറ്റിക് പീപ്പിൾസ് ആയിട്ടുള്ള അവരുടെ എല്ലാം ഒരു പ്രധാന പശ്ചാത്തലത്തിൽ ഈ സമാധാനം എന്ന പദവും ആശയവും വളരെ സമ്പന്നമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇവിടെ നാം കണ്ടത്, ഏറ്റവും ഒടുവിലായിട്ട് നാം അതിൻ്റെ 4 പ്രധാനപ്പെട്ട അർത്ഥതലങ്ങളെ കുറിച്ച് കണ്ടു. സമാധാനം എന്നുള്ളത്. ഇന്ന് നാം മുൻപോട്ട് പോവുകയാണ്. 1-2 കാര്യങ്ങൾ കൂടെ പഴയ നിയമത്തിൽ നിന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കാം. പഴയ നിയമം, സമാധാനം എന്ന വിഷയം നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി വിശാലമാണ്. പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുകയല്ല. ഒത്തിരി ധാരാളം കാര്യങ്ങൾ അതേക്കുറിച്ച് പഠിക്കുവാനായിട്ടുണ്ട്. സ്തോത്രം. അത് ഈ പഠനത്തിൽ ഉൾപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സമാധാനം എന്നുള്ളത് പഴയ നിയമം നോക്കിയാൽ, ബൈബിൾ മൊത്തമായിട്ടുണ്ട്, നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ട് നോക്കുന്നത് പഴയ നിയമമാണല്ലോ. പഴയ നിയമം നോക്കിയാൽ സമാധാനം എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്. The source and giver of peace is Yahweh himself. യഹോവയാണ് സമാധാനം നൽകുന്നയാൾ. സ്തോത്രം. ലേവ്യ പുസ്തകം 26-ന്റെ 6-ാമത്തെ വാക്യം ഒന്ന് നോക്കുമ്പോൾ, ലെവിറ്റിക്കസ് 26:6. ലേവ്യ പുസ്തകം 26-ന്റെ 6-ാമത്തെ വാക്യം. ഞാൻ ദേശത്ത് സമാധാനം തരും, നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. ഇവിടെ യഹോവയായ ദൈവം ഇസ്രായേലിനോട് വാഗ്ദത്തം ചെയ്യുകയാണ്, ഞാൻ ദേശത്ത് സമാധാനം തരും. സ്തോത്രം. ദൈവമാണ് സമാധാന ദായകൻ. സോഴ്സ് ഓഫ് പീസ് ഈസ് ഗാഡ് ആൻഡ് ബോത്ത് ദ ഗിവർ ഓൾസോ ഈസ് ഗാഡ്. സ്തോത്രം. സമാധാനത്തിന്റെ സ്രോതസ്സും സമാധാന ദായകനും ദൈവം തന്നെയാണ്. 29-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് പരിചിതമായ വേദഭാഗമാണ്. Psalm 29, last verse 11. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. സ്തോത്രം.
യഹോവ തന്റെ ജനത്തിന് ശക്തി സമാധാനം ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. സ്തോത്രം. ഇതുപോലെ ധാരാളം വാക്യങ്ങളുണ്ട്. ഇനിയുള്ളത് വായിക്കണ്ട, എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. സ്തോത്രം. സങ്കീർത്തനം തന്നെ 122 8 വാക്യം, 122 verse 8, സങ്കീർത്തനം തന്നെ. ഐശയ 26 verse 12, ഐശയ 26 verse 12, 26 അധ്യായം യെശയ്യാവ് 12 വാക്യം, യെഹെസ്കേൽ 34:25, യെഹെസ്കേൽ 34:25, 34:25 എസേക്കിയേൽ, ആൻഡ് സെഖരായ chapter 8 verse 12, സെഖരായ 8 verse 12, സെഖരിയാവ് 8:12 വാക്യം. ഇവിടങ്ങളിലെല്ലാം നാം കാണുന്നത് ഇത് തന്നെയാണ്. യാഹുവേ ഈസ് ദ സോഴ്സ് ആൻഡ് ഗിവർ ഓഫ് പീസ്. സമാധാനത്തിന്റെ ഉറവിടം, സ്രോതസ് യഹോവയാണ്. തന്റെ ജനത്തിന് സമാധാനം നൽകുന്നതും യഹോവയായ ദൈവമാണ്. സ്തോത്രം. വീണ്ടും നാം നോക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. നമ്പേഴ്സ് 6 verse 20, സംഖ്യാപുസ്തകം 6 അധ്യായത്തിന്റെ 20 വാക്യം. പുരോഹിതൻ അവയെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ഇത് നീരാജനം ചെയ്ത നെഞ്ചോടും ഉദർച്ച ചെയ്ത കൈക്കുറുകോടും കൂടെ പുരോഹിതന് വിശുദ്ധമാകുന്നു. അതിന്റെ 22 മുതൽക്ക് നാം അത് കാണുന്നുണ്ട്. 22 തൊട്ട് വായിച്ചോളൂ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇത് പഴയ നിയമത്തിൽ അനുഗ്രഹ വചനങ്ങളാണ്. നാം ട്രിനിറ്റിയെ കുറിച്ച് ചിന്തിച്ചപ്പോഴും ഈ 3 അനുഗ്രഹ വാചകങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചായിരുന്നല്ലോ. ഓർമ്മ കാണുമെന്ന് കരുതുന്നു. 20 വാക്യമല്ല, 26 വാക്യം, 26 ആണ്. അത് 22 തൊട്ട് നമ്മൾക്ക് ആരംഭിക്കുന്നുണ്ടത്. അനുഗ്രഹ എക്സാക്റ്റ് ആയിട്ട് 26 വാക്യമാണ്. ഇവിടെ പുരോഹിതന്മാർ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചു പറയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മിക്കവാറും ഇത് കല്യാണത്തിന്റെ അനുഗ്രഹ പ്രാർത്ഥനയിൽ ചിലരൊക്കെ പ്രാർത്ഥിച്ച് കേൾക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അവര് ഈ വാക്യങ്ങൾ പറയാറുണ്ട്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ ജനത്തെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹ വചസ്സുകളാണിത്. സ്തോത്രം. ചില സ്ഥലങ്ങളിൽ പെന്തക്കോസ്ത് സഭകളിൽ പൊതുവെ അങ്ങനെ കാണാറില്ല. എന്നാൽ ചിലര് സഭായോഗമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഒരു ആശീർവാദ വചനമൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ പട്ടത്വ സഭകളിൽ, എപ്പിസ്കോപ്പൽ ചർച്ചസിൽ അങ്ങനെ ഒരു പതിവുണ്ട്. സഭായോഗം, അവരുടെ സഭ ഞായറാഴ്ചത്തെ യോഗം കഴിയുമ്പോൾ ഏറ്റവും അവസാനം പുരോഹിതൻ മദ്ബാഹായിൽ നിന്ന് തിരിഞ്ഞ് ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കാറുണ്ട്. അതേക്കുറിച്ച് നമ്മുടെ കാനവച്ചൻ വളരെ മനോഹരമായിട്ടൊരു കാര്യം പറയും. അദ്ദേഹം പട്ടത്വ ശുശ്രൂഷയൊക്കെ വിട്ടിട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്ന സമയം അദ്ദേഹത്തിന്റെ മാതാവ്, അമ്മച്ചി, വളരെ ഭയത്തോടുകൂടെ അച്ഛനോട് പറയുമായിരുന്നു, മോനെ, നീ പോയതൊക്കെ കൊള്ളാം, പക്ഷേ ഈ ബിഷപ്പുമാരും മെത്രാന്മാരൊക്കെ ശപിച്ചാൽ പിന്നെ അത് ഭയങ്കര ശാപമാണ്. അങ്ങനെ പൊതുവെ പെന്തക്കോസ്തുകാർക്കിടയിൽ പോലും അങ്ങനത്തെ ചിന്ത ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. മെത്രാന്മാരൊക്കെ ശപിച്ചാൽ ശാപമായിരിക്കും അത് എന്നൊക്കെ. അപ്പം
ഈ അമ്മച്ചി ഒത്തിരി അങ്ങ് പേടിച്ചപ്പം അച്ഛൻ പറഞ്ഞു, കാനവച്ചൻ പറഞ്ഞു, ഇല്ലമ്മേ, അവരുടെ ശാപമൊന്നും നമുക്ക് ഏക്കത്തില്ല. അതെന്താ മോനെ ചോദിച്ചപ്പോ പറഞ്ഞു, ഇത്രയും നാള് അവര് നമ്മളെ അനുഗ്രഹിച്ചില്ലയോ, അനുഗ്രഹമൊന്നും നമുക്ക് ഏറ്റില്ലല്ലോ, അവരിത്രയും നാൾ അനുഗ്രഹിച്ചതൊന്നും നമ്മളെ ഏശിയില്ല. അപ്പൊ പിന്നെ അവര് ശപിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ വെറുതെ ബൈബിളിലെ ഒരു വാക്യം ഉരുവിട്ടത് കൊണ്ട് കാര്യമില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ഞാനായാലും മറ്റൊരാളായാലും നാം അങ്ങനെയുള്ള അർത്ഥമില്ലാത്ത, കാരണമില്ലാത്ത ശാപങ്ങളെ കുറിച്ചൊക്കെ ഭയപ്പെടുന്നവരാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഏതായാലും ദൈവം പറഞ്ഞിട്ട് അഹരോന്യ പുരോഹിതന്മാർ ജനത്തെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹവാചകങ്ങളിലെ 3 അനുഗ്രഹവാചകങ്ങളിലെ ഒരു വാചകമാണ് സമാധാനത്തെ സംബന്ധിച്ച്. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. സ്തോത്രം. അപ്പോൾ അവരുടെ ആശീർവാദ വചനത്തിലുള്ള ഒരു കാര്യമായിരുന്നു. നമ്മുടെയും ആശീർവാദത്തിൽ അത് ചിലപ്പോഴൊക്കെ വരാറുണ്ടല്ലേ? സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ എന്ന് ചിലർ പറയാറുണ്ട്, ചിലർ സമാധാനമെന്നും പറയാറുണ്ട്. സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ നിങ്ങളുടെ നിലവുകളും ഹൃദയങ്ങളും ഇന്ന് മുതൽ നീക്കും ക്രിസ്തുവിൽ കാക്കപ്പെടുമാറാകട്ടെ എന്ന ആശീർവാദ വചനങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. സ്തോത്രം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്നും നാം കേൾക്കാറുണ്ട്. സ്തോത്രം. 1 Thessalonians 5:23 ആണ് ഞാൻ പറഞ്ഞത്. The peace of the God of peace, സമാധാനത്തിന്റെ ദൈവം. പാസ്റ്റേഴ്സിനോടും ഞാൻ ഇടയ്ക്ക് ഒന്ന് പറയുകയാണ്, നമുക്ക് ആശീർവാദമൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആശീർവാദ ഭാഗങ്ങളെ എടുത്ത് ഉദ്ധരിച്ച് പറയുന്നത് നന്നായിരിക്കും. ഒരു മനഃപ്പാഠമായിട്ട് തന്നെ നമ്മൾ അങ്ങ് പറഞ്ഞു പോകുന്നു എന്ന് വരാതിരിക്കുന്നതിന് വേണ്ടിയാ. സ്തോത്രം. അങ്ങനെയുള്ള ഒത്തിരി ഭാഗങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നാം ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. സ്തോത്രം. ഒരു ചെറിയ ഉദാഹരണത്തിന് കർത്താവിന്റെ ദാസന്മാരോട് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പുതുമ ജനത്തിന് ഉണ്ടാകും. നമ്മൾ ഇന്നും ഒരേ സംഗതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതിരിപ്പാൻ എന്നതിന് വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ വാക്യം 1 തെസ്സലോനിക്കർ 5:23 അതിനെ പറ്റിയതാണ്. യൂദായുടെ ലേഖനം അവസാനത്തെ വാക്യങ്ങൾ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്നെ മഹിമാസന്നിധിയിൽ എന്നുള്ളത് വളരെ നല്ലൊരു ആശീർവാദ വചനമാണ്. അതുപോലെ തന്നെ റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 24 മുതൽ നാം കാണുന്ന വചനങ്ങൾ അതിന് നല്ലതായ ഒരു ഭാഗമാണ്. സ്തോത്രം. ഇങ്ങനെ ഒത്തിരി ഭാഗങ്ങളുണ്ട്. അവിടേക്ക് എല്ലായിടത്തേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. ചെറിയൊരു സൂചന തന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആശീർവാദ വചനങ്ങളിലും സമാധാനം എന്നതിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. ദൈവം സമാധാനം നൽകുന്നുവെന്നും ദൈവം സമാധാനത്തിന്റെ ദൈവമാണെന്നും നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്നും കാണുവാൻ കഴിയുന്നു. സ്തോത്രം. മറ്റൊരു വസ്തുത പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുന്നത് ഈ സമാധാനത്തിന്റെ കൂടപ്പിറപ്പായിട്ട് നിൽക്കുന്ന ഒരാളിനെയാണ്. ആ കൂടപ്പിറവ് മീൻസ് ഒരു ട്വിൻ ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ട്വിൻ സിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കൃപയും സമാധാനവും. കൃപയും സമാധാനവുമുണ്ട്, അതുപോലെ നീതിയും സമാധാനവുമുണ്ട്. ഇത് രണ്ടും ഉണ്ട്. സ്തോത്രം.
കൃപയും സമാധാനവും എന്നാണ് കൂടുതലും നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇത് ഞാൻ പുതിയ നിയമവും പഴയ നിയമവും കൂടെ ഒരുമിച്ച് ചേർത്തങ്ങ് പറയാം. അപ്പോൾ രണ്ടിടത്തായിട്ട് പറയണ്ടല്ലോ. പഴയ നിയമത്തിൽ നാം അത് കൂടുതലും കാണുന്നത് നീതിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദ പീസ് in the Old Testament is more associated with righteousness. സ്തോത്രം. നീതിയുമായിട്ടാണ് നാം ഈ സമാധാനത്തെ പഴയ നിയമത്തിൽ കൂടുതലും അടുത്ത് കാണുന്നത്. സ്തോത്രം. നോക്കിക്കേ, 72 സങ്കീർത്തനത്തിന്റെ 7 വാക്യം. Psalm 72 verse 7. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ, ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. നീതിമാന്മാർ തഴയ്ക്കട്ടെ. ആ സമയത്ത് എന്തുണ്ടാകട്ടെ? സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. സ്തോത്രം. 85:10. 85 verse 10. വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. സ്തോത്രം. യെശയ്യാ 9:7 വാക്യവും കൂടെ. ഐശയ്യാ 9 verse 7. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സ്തോത്രം. അവിടെയും കണ്ടോ, യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ ഭരണകാലം സമാധാനത്തിന്റെ കാലമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. അപ്പോൾ പഴയ നിയമത്തിൽ പൊതുവെ നാം കാണുന്നത്, സ്തോത്രം, ന്യായം, നീതി എന്നിവയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക അനുഭവമായിട്ടാണ്. സ്തോത്രം. ന്യായം, നീതി എന്നിവയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് നാം വരുന്ന സമയത്ത് നമുക്കതിനെ കൂടുതലും, സ്തോത്രം, കൃപയോട് ചേർത്ത് കാണുന്നു. മിക്കവാറുമുള്ള ലേഖനങ്ങളുടെ തുടക്കത്തിൽ അപ്പോസ്തലൻ അക്കാര്യം പറയുന്നുണ്ട്. എഫേസ് ലേഖനം തന്നെ 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ ഒന്ന് വായിച്ച് നോക്കിക്കാട്ടെ. എഫേസ്യർ 1-ന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ. എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്തോത്രം. കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപയോടും സമാധാനത്തോടും കൂടെയാണ് ഇതിനെ കൂടുതലും ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ബന്ധിപ്പിച്ച് നാം കാണുന്നത്. സ്തോത്രം. കൃപ, സമാധാനം എന്നിവയോട് ചേർന്ന്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും നമ്മുടെ ഭാഷകളിലും അങ്ങനെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇംഗ്ലീഷിൽ 1-ന്റെ 7 റോമാലേഖനം. Grace and peace to you from God our Father and from the Lord Jesus Christ. മലയാളത്തിൽ 4-ാമത്തെ വാക്യമാണ്. ഇംഗ്ലീഷിൽ 7-ാമത്തെ വാക്യമാണ്. സ്തോത്രം. ഇവിടെയുമൊക്കെ കൃപ, സമാധാനം. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് സമാധാനത്തിന്റെ കൂടപ്പിറപ്പുകളാണ് നീതിയും ന്യായവും. ജസ്റ്റിസ് ആൻഡ് റൈച്ചസ്നെസ്. സ്തോത്രം. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു കൃപ, ഗ്രേസ് ആൻഡ് പീസ് ടുഗെദർ.
അതുപോലെ റോമാലേഖനം 8:6 നോക്കിക്കട്ടെ. അവിടെ നമ്മൾ കാണുന്നത് പീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലൈഫ്. സ്തോത്രം. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. സോ പീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലൈഫ്. ജീവനോടാണ് അത് അടുത്ത് നിൽക്കുന്നത്. സ്തോത്രം. അപ്പം നീതിയോട്, ന്യായത്തോട്, കൃപയോട്, ജീവനോട്, പിന്നെ ആശീർവാദത്തിലെ അനുഗ്രഹം. ആശീർവാദം എന്ന് പറഞ്ഞാൽ അനുഗ്രഹ വചനങ്ങൾ എന്നാണെന്നല്ലോ, ബെനഡിക്ഷൻ. അപ്പം ഇവയോടൊക്കെ ഈ സമാധാനത്തിന് ബന്ധമുള്ളതായി നമുക്ക് ഇവിടെ ഈ ഭാഗങ്ങളിൽ നിന്നും കാണുവാൻ സാധിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. പഴയ നിയമത്തിൽ നമുക്ക് ദ കവനന്റ് ഓഫ് ഷാലോം, കവനന്റ് ഓഫ് ഷാലോം, സമാധാന നിയമം അല്ലെങ്കിൽ ഉടമ്പടി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കുറേയേറെ ഭാഗങ്ങളുണ്ട്. എന്നാൽ അവിടെ എല്ലായിടത്തേക്കും പോകുന്നില്ല. ഒന്ന് നോക്കിയിട്ടൊന്ന് പോകാം. സംഖ്യാപുസ്തകം 25-ാമത്തെ അധ്യായം, നമ്പേഴ്സ് 25 and verse 12. 25:12, നമ്പേഴ്സ് 25:12. ആകയാൽ ഇതാ ഞാൻ അവന് എന്റെ സമാധാന നിയമം കൊടുക്കുന്നു. സമാധാന നിയമം, the covenant of peace, the covenant of shalom. സ്തോത്രം. സമാധാന നിയമം. അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലുമുണ്ട്. എനിക്ക് തോന്നുന്നു കാണുന്നു ഞാൻ യാഹിൽ എന്ന പാട്ടിലാണെന്നാ തോന്നുന്നത്, നാം പാടാറുണ്ട്. സ്തോത്രം. നമ്മളോടുള്ള അവന്റെ നിയമത്തെ കുറിച്ച് ഐശയ്യാ ചാപ്റ്റർ 54 and verse 10. യെശയ്യാ 54:10 വാക്യം. യെശയ്യാവ് 54:10. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല. അപ്പോൾ ദൈവം തന്റെ ജനത്തോട് ചെയ്ത ഉടമ്പടിയായിട്ടും നമുക്ക് ഈ സമാധാനത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഇങ്ങനെ the Old Testament is very much rich regarding peace. സമാധാനം എന്ന വിഷയത്തെ സംബന്ധിച്ച് പഴയ നിയമം ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ നമുക്ക് സമാധാനം എന്നതല്ല നമ്മുടെ വിഷയം എന്നതും സമാധാനം ഉണ്ടാക്കുന്നവർ എന്നതായതുകൊണ്ടും അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. പുതിയ നിയമത്തിലേക്ക് പോകാനുള്ള ഒരു അടിസ്ഥാനം നമ്മൾ ഇവിടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ കരുതിക്കൊണ്ട് ഇനി പുതിയ നിയമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലെറ്റ്സ് കം ടു ദ ന്യൂ ടെസ്റ്റമെന്റ്. പുതിയ നിയമത്തിൽ ഇന്നലെ തന്നെ പുതിയ നിയമത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട പദം നമ്മൾ കണ്ടിരുന്നു. ഓർമ്മ കാണുമായിരിക്കും. എയ്റീനി, എയ്റീനി എന്ന പദമാണ്. സ്തോത്രം. EIRENE. അതിൽ REയും NEയും 2 ഇയും ലോങ് ഇ ആയതുകൊണ്ട് ഇയെ നമ്മൾ ഇ എന്ന് നമ്മളെന്ന് കാണുന്നു, എയ്റീനി എന്ന് നമ്മൾ കാണുന്നു. സ്തോത്രം. എയ്റീനി. ഓക്കെ. ഈ പദം അല്ലെങ്കിൽ ഈ സമാധാനം എന്ന പദം പുതിയ നിയമത്തിൽ, സ്തോത്രം, നമുക്ക് 1 യോഹന്നാന്റെ ലേഖനം ഒഴികെ പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പദമാണ് ഈ സമാധാനം എന്നുള്ളത്. സ്തോത്രം. The whole of the New Testament books except 1 John describe about the peace or mentions. ഇതിലുള്ള 1 യോഹന്നാൻ ഒഴികെയുള്ള എല്ലാ പുതിയ നിയമ പുസ്തകങ്ങളിലും സമാധാനം
എന്ന പ്രയോഗം, എയ്റീനി എന്ന വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് അത് കൂടുതലുള്ളത് ലൂക്കോസിന്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തികളിലും റോമാലേഖനത്തിലും എഫേസ് ലേഖനത്തിലുമാണ്. ഈ 4 പുസ്തകങ്ങളിലാണ് സമാധാനത്തെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുവാൻ കഴിയുന്നത്. ലൂക്കോസ്, അപ്പോസ്തല പ്രവൃത്തികൾ, റോമാ ലേഖനം, എഫേസ് ലേഖനം. ലൂക്ക്, ആക്സ്, റോമൻസ് ആൻഡ് എഫേഷ്യൻസ്. ഈ പദത്തിന്റെ പുതിയ നിയമാർത്ഥം നമ്മൾ ചിന്തിച്ചതുപോലെ അതിന്റെ മറ്റ് വിശാല തലങ്ങളിലേക്കൊന്നും പോകാതെ നമുക്ക് വേണ്ടത് മാത്രം എടുത്തു പോകാൻ ആഗ്രഹിക്കുന്നു. അതിൽ എനിക്ക് ഡിക്ഷണറികളിൽ നിന്ന്, ഗ്രീക്ക് ഡിക്ഷണറികളിൽ നിന്ന്, ബൈബിൾ ഡിക്ഷണറികളിൽ നിന്നും, എൻസൈക്ലോപീഡിയകളിൽ നിന്നും മനസ്സിലായ അർത്ഥങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ പദത്തിന്റെ സ്തോത്രം, സമാധാനം എന്നുള്ളതിന്റെ എയ്റീനി. ഒന്നാമത്തെ അർത്ഥം, എ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് മെൻ. മനുഷ്യർക്ക് തമ്മിലുള്ള രമ്യഹർമ്മ്യമായ ബന്ധം, മധുരതരമായ ബന്ധം. 2 വ്യക്തികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ 2 പാർട്ടികൾ തമ്മിലുള്ള, 2 രാജ്യങ്ങൾ തമ്മിലുള്ള മധുരതരമായ ബന്ധം ആണ് സമാധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. മാത്യു 10:34. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഒറ്റ വീട്ടിൽ തന്നെ അപ്പനും മക്കളും തമ്മിൽ, അമ്മയും മരുമകളും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, ഇൻലോസ് തമ്മിലൊക്കെ ഭേദിച്ചിരിക്കും എന്ന്. അപ്പോൾ അവിടെ സമാധാനം എന്നതുകൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത് എന്താണ്? 2 പേർ തമ്മിൽ, 2 വ്യക്തികൾ തമ്മിലുള്ള രമ്യമായ ജീവിതമെന്ന, harmonious relationship between 2 people, maybe within the family or within the church, however it be. എവിടെയും 2 വ്യക്തികൾ അല്ലെങ്കിൽ 2 പാർട്ടികൾ തമ്മിലുള്ള, 2 കൂട്ടർ തമ്മിലുള്ള സമാധാന ബന്ധമാണ് ഇവിടുത്തെ അർത്ഥം. സ്തോത്രം. അതുപോലെ തന്നെയാണ് റോമാലേഖനം 14-ന്റെ 19-ാമത്തെ വാക്യത്തിലും നാം കാണുന്നത്. റോമൻസ് 14:19. റോമർ 14:19. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർദ്ധനവിനുമുള്ളതിന് ശ്രമിച്ചുകൊള്ളുക. സ്തോത്രം. തമ്മിൽ വഴക്കുണ്ടാക്കുന്നവരാകരുതെന്നായി പറഞ്ഞത്. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർദ്ധനയ്ക്കുമുള്ളതിന് ശ്രമിച്ചുകൊള്ളുക. സ്തോത്രം. അപ്പോൾ സമാധാനത്തിന് വേണ്ടി നാം ശ്രമിക്കണം. യേശു കർത്താവ് പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മൾ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരായിരിക്കണം. സ്തോത്രം. അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ഹാർദവമായ ബന്ധം, ഹൃദ്യമായ ബന്ധം, ചേർന്നിരിക്കുന്ന അവസ്ഥകൾ, നിരപ്പ് എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. റെക്കൺസിലിയേഷൻ, റെക്കൺസൈൽഡ് റിലേഷൻഷിപ്പ് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഇനിയും പൊതുവെ ഇതാണ് സമാധാനത്തിന്റെ അർത്ഥം. എന്ത്? രമ്യമായ ബന്ധം. ഇതിൽ ഒന്നാമത് നമ്മൾ കണ്ടത് 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. രണ്ടാമത് നാം ഇനി നോക്കാൻ പോകുന്നത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള രമ്യമായ ബന്ധത്തെയും സമാധാനം എന്ന് പറയുന്നുണ്ട്.
a harmonious relationship between two nations, a hearty relationship, a talkable relationship. തമ്മിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരടുപ്പ്. സ്തോത്രം. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള, രാജ്യങ്ങൾ തമ്മിലുള്ള അടുപ്പ്. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സമാധാനപരമായ ബന്ധം അല്ല എന്നുള്ളത്. ഇപ്പൊ രാജ്യങ്ങൾ തമ്മിൽ, അടുത്തടുത്തുള്ള രാജ്യങ്ങളോ ദൂരെയുള്ളതോ ഒക്കെ ആകാം. ലൂക്കോസിന്റെ തന്നെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം, 14:32, ലൂക്കോസ് 14:32. മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. യേശുക്രിസ്തു ശിഷ്യത്വത്തെ കുറിച്ച് പഠിപ്പിച്ചു വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ തമ്മിൽ യുദ്ധത്തിന് വരുന്ന സൈന്യത്തെ നേരിടുവാനുള്ള സൈന്യബലം ഒരു രാജ്യത്തിനില്ലെങ്കിൽ യുദ്ധത്തിന് മുൻപ് തന്നെ ഡിപ്ലോമാറ്റ്സിനെ അയച്ചിട്ട്, നയതന്ത്രജ്ഞരെ അയച്ചിട്ട് സമാധാനം അല്ലെങ്കിൽ സമാധാന ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം, അതും ഇവിടുത്തെ എയ്റീനി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുകയാണ്. മൂന്നാമത്തേത്, അതൊന്നും അധികം വിവരിക്കേണ്ടതില്ല, പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. മൂന്നാമത്തേത് സമാധാനത്തിന്റെ അർത്ഥമാണ് സൗഹൃദം. വീണ്ടും അവിടെ അത് തന്നെയാണ് വരുന്നത്, ഫ്രണ്ട്ലിനെസ്, ഒരു സൗഹൃദമായ ബന്ധം. നോക്കൂ, ആക്ട്സ് 15:33, അപ്പോസ്തല പ്രവൃത്തികൾ 15:33 വാക്യം. കുറെ നാൾ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ അയച്ചവരുടെ അടുക്കലേക്ക് സമാധാനത്തോടെ പറഞ്ഞയച്ചു. സ്തോത്രം. അവിടെയും ഉള്ളത് സ്നേഹബന്ധമാണ്, സാഹോദര്യ ബന്ധമാണ്, സൗഹൃദ ബന്ധമാണ്. സ്തോത്രം. സൗഹൃദമായ ഒരു ബന്ധം. ഇവിടെ എല്ലാം സമാധാനത്തിന് കൂടുതലും അർത്ഥം വരുന്നത് ബന്ധം എന്നുള്ളത് തന്നെയാണ്. സ്തോത്രം. അതുപോലെ ഇനി വായിക്കേണ്ട ഇതേ അർത്ഥം തന്നെയാണ് 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ, എബ്രായ ലേഖനം 11:31 നാം ഇത് തന്നെ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 16:11, 1 Corinthians 16:11 ആൻഡ് ഹീബ്രൂസ് 11:31. ഇവിടങ്ങളിലുമൊക്കെ ഇതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഫ്രണ്ട്ലിനെസ്, ഒരു സൗഹൃദം എന്ന അർത്ഥത്തിൽ കാണുന്നുണ്ട്. നാലാമത്തേത് സ്തോത്രം, ഫ്രീഡം ഫ്രം മോളസ്റ്റേഷൻ. സ്തോത്രം. നോക്കൂ, ലൂക്കോസിന്റെ സുവിശേഷം 11:21 വാക്യം, ലൂക്ക് 11:21. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. എന്താണ്? ആരും ശല്യം ചെയ്യാതിരിക്കുന്ന, ശല്യരഹിതമായ ഒരവസ്ഥയ്ക്ക് സമാധാനം എന്ന് പറയും. നോ ഫിയർ ഓഫ് മോളസ്റ്റേഷൻ. ആരും ശല്യം ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ, അതാണ് ഇവിടെ സമാധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ആരും പീഡിപ്പിക്കാതിരിക്കുന്ന ഒരവസ്ഥ, ആരും പേടിപ്പിക്കാതിരിക്കുന്ന അവസ്ഥ, ഫിയർലെസ്, ടെൻഷൻലെസ് കണ്ടീഷൻ. ലൂക്കോസിന്റെ ഇനിയുള്ളത് വായിക്കണ്ട, ഇതേ അർത്ഥം തന്നെയാണ് വരുന്നത്. ലൂക്കോസിന്റെ തന്നെ സുവിശേഷം 19:42, 1942, ലൂക്ക്. ആക്സ് 9:31, അപ്പോസ്തല പ്രവൃത്തികൾ 9:31. ഇങ്ങനെയൊക്കെയുള്ള പല ഭാഗങ്ങളും ഈ അർത്ഥത്തെയും നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരഞ്ചാമത്തെ അർത്ഥം, 7 അർത്ഥങ്ങളിൽ 5-ാമത്തെ അർത്ഥം, സമാധാനം എന്നുള്ളതിന് ഓർഡർ ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിയമവാഴ്ച എന്ന് പറയാം. ലോ ആൻഡ് ഓർഡർ എന്ന് പറയാറുണ്ടല്ലോ. രാഷ്ട്രീയ ഭാഷയിൽ നമ്മൾ കേൾക്കുന്ന പറയപ്പെടുന്ന പ്രയോഗമാണത്. ഇന്ന ഭരണം വന്നണക്കെ നാട്ടിലൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലെന്ന് പറയും. നോ ലോ ആൻഡ് ഓർഡർ ഇൻ ദ സ്റ്റേറ്റ്, ഇൻ ദ സിറ്റി, ഇൻ ദ ലാൻഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഒരു പട്ടണത്തിന്റെ നിയമവ്യവസ്ഥ, ആ നിയമവ്യവസ്ഥ എല്ലാവർക്കും സ്വസ്ഥതയോടെ ജീവിക്കത്തക്ക അവസരങ്ങൾ നൽകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 24:2 വാക്യം. ആക്സ് 24:2. അവനെ വിളിച്ചാറെ തെർത്തുല്ലോസ് അന്യായം വിവരിച്ചു പറഞ്ഞതെന്നാൽ, രാജശ്രീ ഫെലിക്സേ, നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും നീ നിമിത്തം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും. അപ്പോൾ അവിടുത്തെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് സ്വസ്ഥതയോടുകൂടിയ ഒരു ജീവിതമുണ്ട്. അതേക്കുറിച്ച് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനുള്ള 1-ാം ലേഖനം 2-ന്റെ ആദ്യ വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അധികാരസ്ഥന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഒന്ന് വായിച്ചോളൂ, ആ വാക്യം പരിചയമുള്ളതാണെങ്കിൽ കൂടെ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ധനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. മലയാളത്തിൽ 1-ാമത്തെ വാക്യമാണ്, ഇംഗ്ലീഷിൽ 2-ാമത്തെ വാക്യം. That we may lead a quiet and peaceable life in all godliness and honesty. അതിന് രാഷ്ട്രീയ തലത്തിലുള്ള സ്വസ്ഥത, സമാധാനം ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ചാണ് രാജ്യത്തുള്ള, സാംസ്കാരിക ലോകത്തുള്ള, രാഷ്ട്രീയ ലോകത്തുള്ള സ്വസ്ഥതയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ചാണ് ഇത് പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഇത് നാട്ടിൽ മാത്രം മതിയോ? പോരല്ലോ, വീട്ടിലും വേണം, പ്രത്യേകിച്ച് സഭയിലും വേണം. നോക്കൂ, സഭയിലെ കാര്യവും കൂടെ പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 14:33 വാക്യം. 1 Corinthians 14:33. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമത്രേ. സഭയ്ക്കകത്ത് ശുശ്രൂഷകളിൽ പോലും എന്തുണ്ടാകാൻ പാടില്ല? കലക്കം ഉണ്ടാകരുത്, പ്രശ്നം ഉണ്ടാകരുത്. പല സഭായോഗങ്ങളിൽ പോലും എന്തില്ല എന്നുള്ളതാണ് സത്യം. സ്വസ്ഥതയില്ല, സമാധാനം ഇല്ല, ആകപ്പാട് കലക്ക. ചിലർ പറയും യോഗത്തിന് പോയാൽ പോലും ഒന്ന് സ്വസ്ഥമായിട്ട് വരണ്ട. പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കലങ്ങി മറിഞ്ഞ വിഷയങ്ങളുമായി ഒരു സഭായോഗത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എന്തോ ഒരു സമാധാനമായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ച. എത്ര സ്വസ്ഥതയോടെ വീട്ടിൽ നിന്ന് പോയാലും പല സമയത്തും തിരിച്ചു വരുന്നത് കലങ്ങിയ മനസ്സും കലങ്ങിയ കണ്ണുമായിട്ടാ, ഇല്ലേ?
പലയിടത്തും അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? സ്തോത്രം. പലയിടത്തും അങ്ങനെയാ സംഭവിക്കാറുള്ളത്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദേശത്തും വേണം സമാധാനം, സഭയ്ക്കകത്തും വേണം സമാധാനം. സ്തോത്രം. അപ്പൊ എല്ലായിടത്തും ഒരു ലോ ആൻഡ് ഓർഡർ, അതിനാണ് ഇവിടെ എയ്റീനി എന്ന് പറയുന്നത്. സ്തോത്രം. ഓക്കെ, അവിടെ ഒന്നും മുമ്പോട്ട് പോകാം. സ്തോത്രം. ആറാമത്തെ അർത്ഥത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നോക്കൂ, സ്തോത്രം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവിടെ വരുന്നത്. A harmonious relationship between God and man through the gospel. A harmonious relationship between God and man through the gospel. സുവിശേഷത്തിലൂടെ ദൈവവും മനുഷ്യനും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഹൃദ്യമായ ബന്ധം, നമുക്കതിനെ ഒറ്റവാക്കിൽ നിരപ്പ് എന്ന് പറയാം. റെക്കൺസിലിയേഷൻ. അതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുണ്ട്. ആ ദൈവത്തോട് സമാധാനം എന്ന് പറയുന്നത് ദിസ് ഈസ് റെക്കൺസിലിയേഷൻ, നിരപ്പ്. നിരപ്പ്. സ്തോത്രം. കാരണം ഒരു സ്വാഭാവിക മനുഷ്യൻ ദൈവത്തോട് ശത്രുത്വത്തിലാണ്. നമ്മളും എങ്ങനെയായിരുന്നു നേരത്തെ? പ്രധാനപ്പെട്ട 2 പദങ്ങൾ പൗലോസ് പലയിടത്തും ആവർത്തിച്ചുപയോഗിക്കാറുണ്ട്. ഒന്ന്, നമ്മൾ ശത്രുക്കളായിരുന്നു. മറ്റൊന്ന്, നമ്മൾ കോപപാത്രങ്ങളായിരുന്നു. ഈ 2 പ്രയോഗങ്ങൾ പൗലോസ് ആവർത്തിച്ച് പറയാറുണ്ട്. The state of a natural man, a person who is not born again, രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഈ 2 എണ്ണം. എന്തേ? ദൈവത്തിൽ നിന്നും അകന്ന് അടുക്കാൻ കഴിയാതെ ശത്രുതയിലായിരുന്നവർ, ദൈവത്തോടുള്ള ശത്രുതയിൽ കഴിഞ്ഞിരുന്നവർ. 2, ദൈവത്തിന്റെ കോപത്തിന് പാത്രങ്ങളായിരുന്നവർ. സ്തോത്രം. കോപത്തിന് പാത്രങ്ങളായിരുന്നവർ. നോക്കൂ, എഫേസ്യ ലേഖനത്തിൽ നിന്ന് തന്നെ, റോമാലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലുമാണ് കൂടുതലും അക്കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുപോലെ കൊലോസ്യ ലേഖനത്തിലും ഉണ്ട്. സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ നിന്ന് തന്നെ നമുക്കത് നോക്കാം. 2-ാമത്തെ അധ്യായം, അതിന്റെ 4-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം. നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കണ്ടോ? നാം പ്രകൃതിയാൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ദൈവകോപത്തിന്റെ മക്കളായിരുന്നു. സാധാരണ മനുഷ്യന്റെ അവസ്ഥയാണിത്. അവർ പ്രീ ക്രിസ്ത്യൻ സ്റ്റാറ്റസ്. നമ്മളും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഗണത്തിൽപ്പെട്ടവരായിരുന്നു. സ്തോത്രം. ദൈവ കോപത്തിന്റെ മക്കളായിരുന്നു, കോപത്തിന്റെ പാത്രങ്ങളായിരുന്നു. സ്തോത്രം. ഇനിയും ആ ഭാഗങ്ങളൊന്നും ഞാൻ വിവരിക്കുന്നില്ല. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഭാഗങ്ങളാണ്. ദൈവം നമ്മെ എങ്ങനെ ദൈവത്തോട് നിരപ്പിച്ചു എന്നുള്ളതൊക്കെ. എന്നാൽ ഞാൻ അതിന് ഈ വിഷയത്തിൽ അധിക സമയം എടുക്കുന്നില്ല. 2-ാമത്തെ തന്നെ അധ്യായം, സ്തോത്രം, അതിൻ്റെ
13-ാമത്തെ വാക്യം 2:13. നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അടുത്ത വാക്യവും കൂടെ 14 കൂടെ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുവശത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിക്കപ്പെടുവാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുവശത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. സ്തോത്രം. കണ്ട് ഇവിടെ എല്ലാം ഈ 13 മുതൽക്കുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറഞ്ഞു വരുന്നത് ശത്രുത്വമില്ലാതെയാക്കി. സ്തോത്രം. നമ്മെ നിരപ്പിച്ചു, ക്രൂശിലൂടെ നിരപ്പിച്ചു. റോമാലേഖനത്തിൽ നിന്നും കൂടെ ഒരു വാക്യം വായിച്ചാൽ കുറച്ചുകൂടെ അത് വ്യക്തമാകും. 5-ാമത്തെ അധ്യായം റോമാലേഖനം, റോമൻസ് ചാപ്റ്റർ 5, 5-ാമത്തെ അധ്യായം 10-ാമത്തെ 9-ഉം 10-ഉം വാക്യങ്ങൾ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ മതി. എഫേസ് ലേഖനത്തിൽ വായിച്ച അതേ കാര്യങ്ങൾ ഇവിടെയും റോമാലേഖനത്തിലും പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. നാം ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. നാം ദൈവത്തോട് ശത്രുക്കളായിരിക്കുമ്പോഴാണ് അവൻ നമ്മെ നിരപ്പിച്ചത്. ഇതാണ് സമാധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരു പ്രധാന ഘടകം പുതിയ നിയമത്തിൽ. എന്തേ? പാപം നിമിത്തം ശത്രുക്കളായിരുന്ന മനുഷ്യരെ ദൈവം യേശു ക്രിസ്തുവിലൂടെ തന്നോട് നിരപ്പിച്ച ഒരനുഭവം. അതേക്കുറിച്ച് ഞാൻ പിന്നീട് അല്പവും കൂടെ വിശദമാക്കാം. സ്തോത്രം. തൽക്കാലം അത്രയും പറഞ്ഞ് ഞാൻ അങ്ങ് വിടുകയാണ്. 7-ാമത്തെ അർത്ഥം, സമാധാനത്തിന്റെ 7-ാമത്തെ അർത്ഥം, the sense of rest and contentment. The sense of rest and contentment. സ്വസ്ഥതയുടെയും സംതൃപ്തിയുടെയും അനുഭവം. സ്വസ്ഥതയും സംതൃപ്തിയും അനുഭവിക്കുന്ന അവസ്ഥ. The state or the sense of rest. Then very content, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, മതി എന്നിരിക്കുന്ന അവസ്ഥ. സിംഹം പോലും വയറു നിറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടത്തില്ലെന്നാ പറയുന്നത്. സ്തോത്രം. വയറ് നിറഞ്ഞാൽ പിന്നെ സുഖമായിട്ട് കിടന്നുറക്കുക. പക്ഷേ ദൈവമക്കൾ എന്ന് പറയുന്ന നമുക്ക് ദൈവം മുമ്പ് നമ്മൾ പാടിയതുപോലെ എല്ലാ മഴയും തോരും, എല്ലാ കാറ്റും അടങ്ങും ഒക്കെ ആണെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ restlessness, no? We endure, we experience restlessness. Also, we are not often content in what we are given with. നമ്മൾ സ്വസ്ഥതയില്ലാത്തവരായി തീരുന്നു. നമ്മൾ സ്തോത്രം അസ്വസ്ഥരായിട്ട് മാറുന്നു. പിന്നെ അസംതൃപ്തരായിട്ട് തീരുന്നു. അസംതൃപ്തരായും അസ്വസ്ഥരായും നമ്മൾ മാറിയാൽ നമുക്ക് എന്തില്ല? സമാധാനമില്ല. സ്തോത്രം. ഒത്തിരി ഭാഗങ്ങളുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വാക്യം. മാർക്ക് 5:34. മാർക്ക് 5:34. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു.
12 വർഷമായിട്ട് രോഗബാധിതയായിരുന്ന സ്ത്രീയെ കുറിച്ചാ, അല്ലെങ്കിൽ സ്ത്രീയോട് പറഞ്ഞതാ, നിന്റെ പ്രശ്നങ്ങളൊക്കെ പോയിട്ട് ഗോ ഇൻ പീസ്, ബി ഹോൾ. ഇന്നലെ നമ്മൾ സമാധാനത്തിന്റെ അർത്ഥം ഏറ്റവും ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. ഏറ്റവും ആദ്യം അതിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നല്ലോ, കംപ്ലീറ്റ്നെസ്, ഹോൾനെസ്. പഴയ നിയമത്തിലും ഇതേ അർത്ഥം തന്നെയാ. സമാധാനം എന്ന വാക്കിന് പൂർണ്ണതയോടെ ഇരിക്കുന്ന അവസ്ഥ. പൂർണ്ണതയുണ്ടെങ്കിൽ എന്തില്ല? അസന്തോഷം ഇല്ല, അസംതൃപ്തിയില്ല, നിരാശയില്ല, അസ്വസ്ഥതകളില്ല. പൂർണ്ണതയോടിരിക്കുന്ന അവസ്ഥയാ. ജീവിതത്തിൽ പൂർണ്ണമായതൊന്നും ഇല്ലാത്തപ്പോഴും പൂർണ്ണതയോടെ ഇരിക്കുന്ന സന്തുഷ്ടമായ, സംതൃപ്തമായ അനുഭവം നമുക്ക് സാധ്യമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് നാം നന്നായിട്ട് മനസ്സിലാക്കും എന്ന് ഞാൻ കരുതട്ടെ. സ്തോത്രം. അപ്പോൾ സമാധാനം, പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 7 അർത്ഥങ്ങൾ നാം ഇവിടെ കണ്ടു. സ്തോത്രം. പ്രധാനപ്പെട്ട 7 അർത്ഥങ്ങൾ. എന്നിട്ടാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. എന്നാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ട്രബിൾ ഷൂട്ടേഴ്സ്. സ്തോത്രം. Those who remove strife and clash. ഇവിടെ നമ്മൾ കണ്ടല്ലോ, 2 വ്യക്തികൾ തമ്മിലുള്ള ഹൃദ്യമായ ബന്ധം, 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഹൃദ്യമായ ബന്ധം, പട്ടണത്തിനകത്തുള്ള സ്വസ്ഥതയേറിയ അനുഭവം, സഭയ്ക്കകത്തെ സ്വസ്ഥത ഉള്ള അനുഭവം. സ്തോത്രം. എന്നിങ്ങനെയുള്ള അവസ്ഥകളിൽ, അസ്വസ്ഥമായ ഈ ലോകത്തിൽ വ്യക്തിജീവിതങ്ങളുടെ ഉള്ളങ്ങളിലും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിലും, സ്തോത്രം, വിണ്ടുകീറി ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളിലും സഭാന്തരീക്ഷത്തിലുമൊക്കെ നാം എന്തുണ്ടാക്കുന്നവരായിരിക്കണം? സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ഭിന്നതകൾ, വഴക്കുകൾ, സ്നേഹമില്ലായ്മകളൊക്കെ മാറ്റുന്നവരായിരിക്കണം. സ്തോത്രം. മാറ്റുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ഏറ്റവും ഒന്നാമത് സമാധാനം ഉണ്ടാക്കുന്നവരാകേണ്ടതിന് പ്രീ റിക്വിസിറ്റ്സ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. സ്തോത്രം. സ്തോത്രം. പ്രീ റിക്വിസിറ്റ്സ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. Okay, sure. We will be praying for. സമാധാനം ഉണ്ടാക്കുന്നവരായി നാം തീരണമെങ്കിൽ, സ്തോത്രം, അതിനു മുൻപ് മറ്റ് 2 സംഗതികൾ അത്യാവശ്യമാണ്. 2 കാര്യങ്ങൾ. എന്തൊക്കെയാണത്? അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഭാഗത്തേക്ക് നമുക്ക് നാളെ പ്രവേശിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. 2 കാര്യങ്ങൾ. ഒന്നാമത്, നമ്മളിപ്പോ ചിന്തിച്ചതില് പീസ് മേക്കേഴ്സിൽ, അല്ലെങ്കിൽ പീസ് മേക്കേഴ്സിന് ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ട ഘടകം എന്താണെന്നാണ് നാം ചിന്തിക്കുന്നത്. കമോൺ പ്ലീസ്. ഇന്ന് നിങ്ങൾക്ക് അവസരം തന്നില്ലല്ലോ ഞാൻ. സ്തോത്രം. Peace with God. Okay. Anything else? അവരിൽ തന്നെ സമാധാനം അനുഭവിക്കുന്നവരായിരിക്കണം.
യെസ്, സ്തോത്രം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ. ഒന്ന്, സമാധാനം ഉണ്ടാക്കുന്നവർ. നമുക്കറിയാം ഒത്തിരി ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, രാഷ്ട്രീയ തലത്തിലുണ്ട്, ദേശീയ തലത്തിലുണ്ട്, ഈ സഭാ സംഘടനകളിൽ പോലുമുണ്ട് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പാസ്റ്റർമാരോ സെക്രട്ടറിമാരോ ഒക്കെ. ചില സഭാ നേതാക്കന്മാര് പ്രശ്നം പരിഹരിക്കാനെങ്കിലും പോകത്തില്ല. അവര് പോയാൽ സഭ രണ്ടായിരിക്കും. അതുകൊണ്ട് അവരെ വിടത്തേയില്ല. അവർക്ക് സമാധാനം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. അതേസമയം എനിക്കറിയാം ഒത്തിരി സഭാ സംഘടനകളിൽപ്പെട്ട പലരെ എനിക്കറിയാം. നേതാക്കന്മാർ പലരും പ്രശ്നപരിഹാരത്തിന് പോകാറില്ല. അതിന് അവർ വേറെ ചിലരെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവര് പോയി അതൊരു പ്രത്യേക കഴിവൊക്കെ അവർക്ക്. പക്ഷേ ഇവിടെ പറയുന്ന സമാധാനമുണ്ടാക്കുന്നവർ നാം ആകേണ്ടതിന് ഏറ്റവും ഒന്നാമത് വേണ്ടതാണ് പീസ് വിത്ത് ഗാഡ്. ദൈവത്തോട് നിരക്കുന്നവരായിട്ട് നാം തീരണം. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ്. സ്തോത്രം. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, സുവിശേഷ സന്ദേശത്തെ ഒറ്റ വാക്കിൽ നാം ഒതുക്കിയാൽ, we summarize the message of the gospel, how can we summarize? What shall be that particular vocabulary? Yeah, peace with God. അതിന് ബൈബിൾ പറയുന്ന ഒരു വാക്ക് Love. അല്ല, സമാധാന സുവിശേഷം. ശാന്തി का सुसमाचार. ഓക്കെ, നോക്കാം. Ministry of reconciliation. Yes. Monu, you are right. And Sister Sophia. നോക്കൂ, 2 Corinthians chapter 5 verse 20. 2 കൊരിന്ത്യർ ലേഖനം 5:20 വാക്യം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. Reconcile with God or reconcile to God. This is the gospel message. ഇതാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. മുമ്പേ നമ്മൾ കണ്ടതുപോലെ പാപം നിമിത്തം ദൈവത്തിന്റെ വൈരികളായി തീർന്ന, പാപം നിമിത്തം ദൈവക്രോധത്തിന്റെ മക്കളായി മാറിയ സ്തോത്രം നാം സുവിശേഷത്താൽ ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് നമ്മോട് പറയുന്നതാണ്, സ്തോത്രം എന്ന് പറയുന്നതാണ് സുവിശേഷത്തിന്റെ സന്ദേശം. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതുമൊന്നുമല്ല നാം സുവിശേഷത്തിൽ പങ്കുവയ്ക്കേണ്ടത്. കൃത്യമായും സുവിശേഷത്തിൽ നമ്മൾ പങ്കുവയ്ക്കേണ്ടത് how God reconciled humanity to himself. അതിന്റെ 18ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ, 18ഉം 19ഉം കൂടെ, സെയിം ചാപ്റ്റർ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. സ്തോത്രം. This is the history of the gospel. എന്താണ് ഹിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ? God reconciled the world to himself. How?
on the cross, ക്രൂശിൽ തന്റെ ഏകജാതനെ മരിക്കുവാൻ അനുവദിച്ചുകൊണ്ട് ദൈവത്തോട് ശത്രുതയിൽ കഴിഞ്ഞിരുന്ന, ദൈവത്തിന്റെ കോപപാത്രങ്ങളായിരുന്ന മനുകുലത്തെ ദൈവത്തോട് നിരപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാകണമെങ്കിൽ ഒന്നാമത്തെ ഘടകം നമുക്ക് അനിവാര്യമായത് എന്താണ്? Ourselves should be reconciled with God. നാം തന്നെ ദൈവത്തോട് നിരന്നവരായിരിക്കണം. സ്തോത്രം. ദൈവത്തോട് നിരക്കുന്നതിലൂടെയാണ് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമ്മൾ ഏർപ്പെടുന്നത്. സ്തോത്രം. മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലേഷൻഷിപ്പ്, ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ. Christian spirituality is a relationship, not a religion, not some ritualistic religion, not ceremonies, not rites, rituals, not religious practices, but it is quiet personal relationship. To have a relationship established, we have to have reconciled with God first. സ്തോത്രം. വളരെ സുവിശേഷ പ്രസംഗങ്ങളിലും വ്യക്തിപരമായി നാം മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് അറിയിക്കുമ്പോഴുമൊക്കെ പാസ്റ്റേഴ്സും പ്രസംഗകരും ദൈവമക്കളുമായ നാം എല്ലാവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണിത്. സുവിശേഷം നിരപ്പിന്റെ സന്ദേശമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവം ക്രിസ്തുവിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ച ചരിത്രവും, അതുകൊണ്ട് ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തോട് ക്രിസ്തു മുഖാന്തരം നിരന്നുകൊള്ളുവീൻ എന്ന കൽപ്പനയുമാണിത്. സുവിശേഷത്തിന്റെ രണ്ട് വശങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒന്ന്, ദൈവത്തിന്റെ ശത്രുക്കളും കോപപാത്രങ്ങളുമായിരുന്ന ലോക മാനവജാതിയെ യേശുക്രിസ്തുവിലൂടെ ദൈവം തന്നോട് നിരപ്പിച്ചതിന്റെ ചരിത്ര പ്രഖ്യാപനമാണ് സുവിശേഷം. സ്തോത്രം. ചരിത്ര പ്രഖ്യാപനമാണ് സുവിശേഷം. What is the gospel of Jesus Christ? Two particular things. One, it's a declaration of the history, what God did on the cross by reconciling the world unto himself, the world which was in hostility with God, and therefore the world which was under the wrath of God. Got it? Stotram. The wrath of God. Stotram. മറ്റൊന്ന് നാം കാണുന്നത്, സ്തോത്രം, സുവിശേഷ സന്ദേശത്തിന്റെ കാതലായ ഭാഗമാണ് എന്ത്? The declaration or the proclamation of the commandment of God to the sinful world to reconcile with God. Reconcile to God. അങ്ങനെ ദൈവം ക്രൂശിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചു എങ്കിൽ സുവിശേഷത്തിന്റെ സന്ദേശത്തിലെ രണ്ടാം ഭാഗം ദൈവത്തോട് യേശു ക്രിസ്തു മുഖാന്തരം നിരന്നുകൊള്ളുവീൻ എന്നുള്ള കൽപ്പനയാണ്. സ്തോത്രം. ദൈവത്തോട് യേശു ക്രിസ്തു മുഖാന്തരം നിരന്നുകൊള്ളുവീൻ എന്നുള്ള കൽപ്പന. ഇതാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്. സുവിശേഷത്തിന്റെ സന്ദേശം. This is very prerequisite to be a peacemaker. നമ്മൾ തന്നെ ദൈവത്തോട് നിരന്നവരായിരിക്കണം. ദൈവത്തോട് നമുക്ക് നിരക്കണമെങ്കിൽ, സ്തോത്രം, there should be no unconfessed sins in our lives.
ഏറ്റു പറഞ്ഞിട്ടില്ലാത്ത പാപങ്ങളൊന്നും നമ്മൾ ഉണ്ടാകരുത്. No sin. There should be no sin in us which we did not forsake. ഉപേക്ഷിച്ചിട്ടില്ലാത്തതും ഏറ്റു പറഞ്ഞില്ലാത്തതുമായ പാപങ്ങളൊന്നും നമ്മൾ ഉണ്ടാകാതിരിക്കുക. ജീവിതത്തിൽ വല്ല വീഴ്ചകളും വന്നാലും ഓടി കുരിശിലേക്ക് അടുത്ത് വരിക. Never ever run away from the cross, but whatever be the condition, run towards the cross. Run unto the cross. Just bow before him. Confess our sins. Praise God. സ്തോത്രം. ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിലൂടെ ദൈവത്തോട് നിരന്നുകൊള്ളുക. സ്തോത്രം. അതുകൊണ്ട് അൺറെക്കൺസൈൽഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ദൈവത്തോടുണ്ടാകരുത്. ദൈവത്തോടൊരു റെക്കൺസൈൽഡ് റിലേഷൻഷിപ്പ്, ദൈവത്തോട് നിരന്ന സമാധാന ബന്ധമാണ് നമുക്ക് വേണ്ടത്. If we believe in Christ, if we are justified in Christ, Paul says in Romans 5:1, we have peace with God. Hallelujah. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് രോഗം മാറിയില്ലെങ്കിലും പ്രയാസപ്പെടരുത് കേട്ടോ. യേശുവിൽ വിശ്വസിച്ചിട്ട് ജോലി കിട്ടിയില്ലെങ്കിലും പ്രയാസപ്പെടല്ലേ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടായാലും നാം പ്രയാസപ്പെടരുത്. പകരം സ്തോത്രം, നാം ഒരു വിഷയത്തിൽ സന്തോഷിക്കുക. യേശുവിൽ വിശ്വസിച്ചിട്ട് നമുക്ക് ഒന്ന് നീതീകരണം കിട്ടി. നീതീകരണം കിട്ടിയെങ്കിൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എന്ന് പറഞ്ഞാൽ നീതീകരിക്കപ്പെടുന്നതിന് മുൻപ്, സ്തോത്രം, നീതീകരിക്കപ്പെടുന്നതിന് മുമ്പ് സ്തോത്രം നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ നീതീകരണം ലഭിച്ചതിന് ശേഷം നമുക്ക് എന്തുണ്ട്? ദൈവത്തോട് സമാധാനമുള്ളത് കൊണ്ട് നമുക്ക് പപ്പായുടെ അടുക്കലേക്ക് ചെല്ലാം, ഡാഡിയുടെ മടിയിൽ കയറിയിരിക്കാം. എന്നാൽ അങ്ങനത്തെ ഒരു റെക്കൺസൈൽഡ് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഡാഡി അതിലേ വന്നാൽ മോൻ ഇതിലേ പോവും. മമ്മി അവിടെ നിൽക്കുന്ന കണ്ടാൽ മോൾ അവിടെ എങ്ങും പോകത്തില്ല. നമ്മുടെ സ്ഥിതി ഇതായിരുന്നു ദൈവത്തോട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമ്മയൊക്കെയും ദൈവം തന്നോട് അടുപ്പിച്ചു, നമ്മോട് നിരപ്പിച്ചു, ശത്രുത്വത്തെ ഇടിച്ചു കളഞ്ഞു. നടുച്ചുവരിനെ, സ്തോത്രം, മിഡിൽ വാൾ, നടുച്ചുവരിനെ ഇടിച്ചു കളഞ്ഞ് യേശു ക്രിസ്തുവിൽ നമ്മെ ഒന്നാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അതെ സ്തോത്രം, ദൈവത്തോട് ക്രിസ്തുവിലൂടെ നിരപ്പ് പ്രാപിച്ചവരൊക്കെയും ആരായിരിക്കണം? പീസ് മേക്കേഴ്സ്, സമാധാനമുണ്ടാക്കുന്നവരായിരിക്കണം. ബാക്കി ഭാഗം കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്ന് നമുക്കിവിടെ നിർത്താം. സ്തോത്രം. അതെ, എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെ ദൈവത്തോട് നിരക്കാത്തവരായിട്ടുണ്ടെങ്കിൽ, പാപങ്ങൾ ഏറ്റുപറയാത്തവരായിട്ടും പാപങ്ങൾ ഉപേക്ഷിക്കാത്തവരായിട്ടുമുണ്ടെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ, കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ള സന്ദേശമാണിത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, പാപങ്ങളെ ഉപേക്ഷിക്കുക, ദൈവത്തോട് നിരന്നുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം ദൈവത്തോട് നിരന്നവരായി മാറിയിട്ട് ദൈവത്തോട് സമാധാനമുള്ളവരായി നമുക്ക് തീരുവാൻ സാധിക്കും. എങ്കിലേ നമുക്ക് സമാധാനമുണ്ടാക്കുന്നവരായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബാക്കി ഏതൊക്കെ ഡിപ്ലോമസിയിൽ നമ്മൾ ഉന്നത ബിരുദങ്ങൾ എടുത്താലും, സ്തോത്രം, പലസ്തീൻ പ്രശ്നം പോലും പറഞ്ഞു പരിഹരിക്കുവാൻ തക്കതായ ഡിപ്ലോമാറ്റ്സ് ആയിട്ട്, നയതന്ത്രജ്ഞരായി, സമാധാനമുണ്ടാക്കുന്നവരായി നമ്മൾ മാറിയാലും
നമുക്ക് രക്ഷയില്ല. നമുക്ക് ഏറ്റവും ഒന്നാമത് വേണ്ടത് ദൈവത്തോട് നിരപ്പാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.